നിങ്ങൾ നടക്കുമ്പോൾ ഈ ഡൊണാൾഡ് ടെക്കിന്റെ പോലെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആന്റീരിയർ പെൽവിക് ടിൽറ്റ് ഉണ്ട്. ഇത് നിങ്ങളുടെ ലോവർ ബാക്കിന് കുറെ പ്രഷർ തരും, കോറ് വീക്കാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബാഡ് പോസ്റ്റർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത് ഒരൊറ്റ ടിപ്പ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ലെഗ് ഇങ്ങനെ വോളിനോട് ചേർത്ത് വെക്കുക, എന്നിട്ട് ഇതുപോലെ ലീൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഗ്യാപ്പ് കാണാം. ഈ ഗ്യാപ്പ് നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കോട്ടേക്ക് ഇതേപോലെ പ്രസ് ചെയ്യാം. ഇപ്പൊ ഗ്യാപ്പ് പോയി. ഇനി ഇതുപോലെ നിങ്ങൾ 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് കുറച്ചു നേരം നടക്കുക. ഈ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ വേണ്ടി നോക്കുക. ഇതുപോലെ ഡെയിലി നിങ്ങൾ 5-6 തവണ ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് ഈ ആന്റീരിയർ പെൽവിക് ടിൽറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഞാൻ കുറച്ച് നാളായി വിചാരിക്കുന്നു ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ഇദ്ദേഹം ചെയ്യുന്നത് ഒരു പറ്റം ജനങ്ങളെ മിസ്ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും എന്തിനാണ് എല്ലാവരും ഈ ടിൽറ്റിന്റെ പുറകെ പോകുന്നത്? ഈ ടിൽറ്റ് ഈ വേദനയ്ക്കോ വേറെ എന്തെങ്കിലും കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ടിൽറ്റ് എല്ലാവർക്കും പല രീതിയിലായിരിക്കും. ചിലർക്ക് ആന്റീരിയർ ടിൽറ്റ് ഉണ്ടാവും, പോസ്റ്റീരിയർ ടിൽറ്റ് ഉണ്ട്. കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പലർക്കും പല രീതിയിലാണല്ലോ ഞാൻ ഈ പറഞ്ഞതുപോലെ ടിൽറ്റ് ഉണ്ടാവുക. ഈ പുള്ളിയുടെ വാക്ക് കേട്ട് ഇന്നു മുതൽ പലരും ഭിത്തിയിൽ ചാരിയുന്ന അവർക്ക് ആന്റീരിയർ ടിൽറ്റ് ഉണ്ടോ പോസ്റ്റീരിയർ ടിൽറ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. ശരിക്കും ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ ഇദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നത് എക്സ്പീരിയൻസിന് നീ പെയിൻ ആൻഡ് ബാക്ക് പെയിൻ, വെയിറ്റ് ലോസ് എന്നൊക്കെയാണ്. ശരിക്കും ഒരു പെയിൻ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ഡോക്ടറുടെയോ ഒരു ഫിസിയോസിന്റെയോ സഹായം തേടണം. ഒരിക്കലും ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ട് അതിനെ ചികിത്സിക്കാൻ ദയവായി നിൽക്കരുത്. താങ്ക് യു.